UAE-ൽ ചൂട് അതികഠിനമാണ്. ശരാശരി താപനില 40 ഡിഗ്രിയിൽ തുടരുന്നു. 70% മുതൽ 95 വരെയാണ് ഹ്യൂമിഡിറ്റി കൂടുന്നത് മൂലം ഫ്ളാറ്റുകളിൽ ഫ്രിഡ്ജ്, AC തുടങ്ങിയവ കേടാകുന്നതായി പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സത്വയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ചുമരിൽ വിള്ളൽ വീണതായാണ് വീട്ടുകാരൻ പറയുന്നത്. സീലിംഗിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നതിനാൽ റൂമിനകത്ത് പലയിടങ്ങളിലായി തുണിയും പാത്രങ്ങളും വെക്കേണ്ട അവസ്ഥയും പലയിടങ്ങളിലുമുണ്ട്. ഏതായാലും UAE-ലെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഇനി ഇന്നത്തെ ചൂടേറിയ വാർത്തകൾ കൂടി ഒന്ന് നോക്കാം. നീറ്റിൽ പുനഃപരീക്ഷ വേണ്ട എന്ന സുപ്രീം കോടതി തീരുമാനം പ്രവാസി വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് +2 പാസ്സായി നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ വലിയ ഒരു വിഭാഗം നാട്ടിലേക്ക് തിരിച്ചിരുന്നു. തിരികെ വന്ന് എക്സാം എഴുതേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നു ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. മാത്രമല്ല 2 മാസത്തിലധികമായി പഠന വിഷയങ്ങളുമായി ബന്ധമില്ലാത്തതിനാൽ വീണ്ടും പരീക്ഷ നടത്തിയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്കയും ഈ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. ഏതായാലും ഈ ആശങ്കകൾക്കെല്ലാം ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടെ അറുതിയായിരിക്കുകയാണ്. മറ്റൊരു പ്രധാന വാർത്തയുള്ളത് വിസയിലെ വിവരങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നടത്തണമെന്ന് ICP ഇന്ന് അറിയിച്ചിട്ടുണ്ട്. 60 ദിവസത്തിന് ശേഷമുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല. വിസയിൽ പേര്, തൊഴിൽ, സ്പോൺസറുടെ വിലാസം തുടങ്ങി വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ തിരുത്താനായി വീണ്ടും അപേക്ഷിക്കാം. നൽകുന്ന രേഖകൾ കൃത്യമാണെങ്കിൽ 2 ദിവസത്തിനകം പുതിയ വിസ ലഭിക്കും. ഈ നടപടികൾ പൂർത്തിയാക്കാൻ വിസ ആവശ്യമുള്ള വ്യക്തി UAE-ൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. UAE ICP മൊബൈൽ ആപ്പ് വഴിയും മറ്റ് സ്മാർട്ട് സംവിധാനങ്ങളിലൂടെയും ഇതിനായി അപേക്ഷിക്കാവുന്നതാണ്. തീരപ്രദേശമായ കൽബയുടെ മുഖച്ഛായ മാറുന്ന പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. കൽബ ഗേറ്റ് പദ്ധതി, പൈതൃക മ്യൂസിയം, പ്രളയത്തിൽ തകർന്ന ഖോർ കൽബ കോട്ടയ്ക്ക് ചുറ്റുമുള്ള പാർക്കിന്റെ പുനർനിർമ്മാണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല കൽബ ക്ലബിനായി സമുദ്രനിരപ്പിൽ നിന്ന് 850 അടി ഉയരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയവും നിർമ്മിക്കും. കൽബയ്ക്കായി ഒരു പരിസ്ഥിതി പുരാവസ്തു പൈതൃക ടൂറിസം പരിപാടിയും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി റിയാദിൽ ഇന്ന് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. എന്നാൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സൗദി യുവാവിന്റെ സന്ദർഭോചിതമായ ഇടപെടലിലൂടെയാണ് വലിയൊരു അപകടം ഒഴിവായത്. എക്സ്പ്രസ് വേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെയാണ് ഈ കാറിന് തീപിടിച്ചത്. കാറിന്റെ താഴ്ഭാഗത്ത് പടർന്നു പിടിച്ച തീ പിന്നാലെ വന്ന കാർ ഓടിച്ചിരുന്ന സൗദി യുവാവ് മുഹമ്മദ് ബിൻ മുഫ്രഹിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഉടൻ ഉറക്കെ ശബ്ദമുണ്ടാക്കി ഇക്കാര്യം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഉടൻ കാർ നിർത്തി പുറത്തിറങ്ങിയതിനാൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.